2025 സെപ്റ്റംബർ 9 ഐഫോൺ 17 സീരീസ് ഇറങ്ങിയപ്പോ 17 പ്രോയ്ക്കും 17 പ്രോ മാക്സിനും കണ്ട ഒരു കാര്യമായിരുന്നു സ്ക്രാച്ച് വരില്ലേ, അതുപോലെ ഡെന്റ് ഒക്കെ വരില്ലേ. അത് പലരും പറഞ്ഞത് അലുമിനിയം ബോഡിയുടെ കേട്ടാ. സംഭവം അലുമിനിയം ബോഡിയുടെ ഒക്കെ തന്നെയാണ്. നമ്മൾ ഈ ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങുന്ന ഫോണിന് ഈ വാങ്ങി ദിവസങ്ങൾക്കുള്ളിലും മണിക്കൂറുകൾക്കുള്ളിലും സ്ക്രാച്ച് വരിക, ഒരു ഡെന്റ് വരിക എന്ന കാര്യം നമുക്ക് ആർക്കും പെട്ടെന്ന് ദഹിക്കാത്തൊരു കാര്യമായിരിക്കും അല്ലെ. പക്ഷെ അത് എന്തുകൊണ്ടാണ് വരുന്നത്? ഇത് ഒരു അലുമിനിയത്തിലെ കോട്ടിങ് റിലേറ്റഡ് കാര്യമാണ് ട്ടാ. ഇതൊരു ശാസ്ത്രത്തിന്റെയും രസതന്ത്രത്തിന്റെയും എല്ലാം ഒരു കൂട്ടുകെട്ടാണ് ട്ടാ. അപ്പോ അത് എന്താണ് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. വെൽക്കം ബാക്ക് പെർഫെക്റ്റ് ടോക്ക് ബൈ സിയോൺട്ടാ. അപ്പോ എന്താ കാര്യം നമുക്ക് നോക്കിയാൽ 17 പ്രോ സീരീസുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത് എയറോസ്പേസ് ഗ്രേഡ് വരുന്ന അലുമിനിയം ആണ് ട്ടാ. അത് അത്യാവശ്യം സ്ട്രോങ്ങും ആണ്. അതേപോലെ തന്നെ വെയിറ്റ് കുറവായിട്ടുള്ള ഒരു അലോയും കൂടിയാണ് ട്ടാ ഈ അലുമിനിയം. അത് ഈ എയറോസ്പേസ് അലുമിനിയം അലോയ്. അത് ഈ എയറോപ്ലെയിനിലൊക്കെ ഉപയോഗിച്ച് വരുന്ന ഒരു അലുമിനിയം ആണ് നമ്മൾ ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തേക്കാണ് ട്ടാ. അത് ഒരു ബോഡി പോലെ ഇങ്ങനെ ഫുൾ ഒരു പീസിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ് കേട്ടോ ആപ്പിൾ അവകാശപ്പെടുന്നത്. അപ്പോ ഇനി ഇതിന്റെ ഈ ഇലക്ട്രോ കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ പറ്റി നമുക്കൊന്ന് അടുത്തതൊന്നും ഞാൻ ഇതിൽ നോക്കി വായിക്കാം. നമ്മള് മൊബൈൽ നോക്കിയിട്ടാണ് വായിക്കുന്നത്. കാരണം നമ്മളിത് ഒറ്റയ്ക്ക് തന്നെ കൃത്യമായിട്ട് പറയുമ്പോൾ എന്തെങ്കിലും തെറ്റ് വരാൻ സാധ്യത ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതിൽ നോക്കി വായിക്കാട്ടാ. ഈ അലുമിനിയം ബോഡിക്ക് കളർ നൽകുന്നത് അയോണൈസേഷൻ എന്ന പ്രോസസ്സ് വഴിയാണ്. ഇതൊരു ഇലക്ട്രോ കെമിക്കൽ പ്രോസസ്സാണ്. അതായത് വൈദ്യുതി രാസപ്രവർത്തനത്തിന് ചേർന്ന പ്രക്രിയ. ആദ്യഘട്ടം ക്ലീനിങ് ആണ്. അലുമിനിയം നല്ല രീതിക്ക് ക്ലീൻ ആക്കണം. അതിനുശേഷം ഫ്രെയിമിൽ പൂർണ്ണമായി വൃത്തിയാക്കുന്നു. അടുത്ത ഘട്ടമാണ് ഇലക്ട്രോലൈറ്റ് പാത്ത് എന്ന് പറഞ്ഞ സംഭവമാണ് ഇത്. നമ്മുടെ ഈ സാധനം ക്ലീൻ ആക്കിയതിനു ശേഷം നമ്മുടെ അലുമിനിയം സൾഫ്യൂരിക് ആസിഡില് മുക്കി വെച്ചിട്ട് അടങ്ങിയ ലൈനയിൽ മുക്കി വെക്കുക കുറച്ചു നേരം. അതേണ്ട പോസിറ്റീവ് ഇലക്ട്രോയിഡായി പ്രവർത്തിക്കുന്നു. അതിനുശേഷം വൈദ്യുതി കടത്തിവിടുമ്പോൾ അലുമിനിയത്തിന്റെ മേൽപ്പാളി ഓക്സൈഡുമായി പ്രതികരിച്ച് അലുമിനിയം ഓക്സൈഡ് Al2O3 പാളി രൂപപ്പെടുന്നു. ഇതിന്റെ ഒരു കെമിക്കൽ ഇക്വേഷൻ ഞാൻ പറഞ്ഞുതരാം. 2Al plus 3H2O gives Al2O3 plus 3H2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കെമിക്കൽ ഇക്വേഷൻ ആണ്. ഞാൻ പറഞ്ഞത് തെറ്റുണ്ടെങ്കിൽ ഇവിടെ എഴുതി കാണിക്കാടാ. ഇപ്പോൾ ഈ ഓക്സൈഡ് പാളി ചെറിയ സുഷിരങ്ങളായിട്ടാണ് ഈ ഒരു നമ്മുടെ അലുമിനിയം ബോഡിയിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്കാണെങ്കിൽ നമ്മള് നിറം, അതോ നമ്മൾ ഡൈ ചേർക്കാൻ പോകുന്നത്. ഉദാഹരണം നമ്മള് ഇതിലുള്ള ബ്ലൂ, അതേപോലെ കോസ്മിക് ഓറഞ്ച്, പിന്നെ സാധാ ഒരു ലുക്ക് കിട്ടുന്ന നാച്ചുറൽ ഒരു ഷെയ്ഡ് ഉണ്ടല്ലോ അതുകൂട്ടാ, തുടങ്ങിയ അവസാനം ഈ സുഷിരങ്ങൾ അടക്കാൻ സീലിംഗ് പ്രോസസ് നടക്കുന്നു. ചൂടുവെള്ളത്തിൽ അല്ലെങ്കിൽ നിക്കൽ ആസിഡ് ഉപയോഗിച്ച് ഇതിലൂടെ കളർ ഉറപ്പായി അലുമിനിയം പാളിയിൽ ചേർന്ന് പോകുന്നു. അങ്ങനെയാണ് ഇതിന്റെ ഒരു ഈ അലുമിനിയം ബോഡിയിൽ ഈ കളർ ചെയ്യുന്ന സെറ്റപ്പ് കേട്ടാ. ഇതൊരു കെമിക്കൽ ഒരു റിയാക്ഷൻ വഴി ചെയ്യുന്ന ഒരു സെറ്റപ്പാണ്. ഇലക്ട്രോപ്ലേറ്റിംഗ് പോലത്തെ ഒരു സെറ്റപ്പാണ് ഇത് നമ്മുടെ അലുമിനിയത്തിലേക്ക് ഈ കളറാക്കുന്നത്. അപ്പോ ഇത് അലുമിനിയത്തിലേക്ക് ഇങ്ങനെ കളറാക്കുന്നത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ചെറിയ സ്ക്രാച്ച് പോലും അതിന് കളർ മാറ്റാൻ സാധിക്കൂടാ. പിന്നെ ഈ ടെസ്റ്റോളിലൊക്കെ നമ്മൾ കാണുന്നത് ഐഫോൺ ഇങ്ങനെ ഒരു ചാവിയൊക്കെ ഇട്ട് ഒരച്ചിട്ടാണ് നമുക്ക് അതിന്റെ കളർ പോകുന്നതായിട്ട് കാണിക്കുന്നത് കേട്ടോ. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. ഇപ്പൊ അതൊക്കെ അത്രയും ഹെവി ആയിട്ടുള്ള സംഭവം. നമ്മളെപ്പോഴും എന്തായാലും ഒരു ഇത്ര വിലയുള്ള ഐഫോൺ ചാവി പിടിച്ചൊന്നും എന്തായാലും ഒരിക്കില്ല. നമ്മള് പല ടെസ്റ്റുകളും കാണുമ്പോൾ അതിലിങ്ങനെ ചാവിയൊക്കെ പിടിച്ച് വരച്ചിട്ടാണ് ട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നോക്കാം. അപ്പോ ഇത്തരമുള്ള ഒരു സംഭവമാണ് ട്ടോ. ഈ ഒരു കെമിക്കൽ ഇതുവഴിയാണ് നമുക്ക് ഈ ഒരു അലുമിനിയത്തിൽ കളർ കൊണ്ടുവരുന്നത്. ഇത് എങ്ങനെയൊക്കെ ഇതൊക്കെ എങ്ങനെ പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ 3 കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മള് നമ്മുടെ കയ്യിലെ വിയർപ്പ്, അതേപോലെ മൺതരിയൊക്കെ ആകുമ്പോൾ നമുക്കിങ്ങനെ മൺതരിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ പോവാനുള്ള നല്ല സാധ്യത കാണുന്നുണ്ട്. പിന്നെ അതേപോലെ സാനിറ്റൈസർ, നമ്മള് ഹാർഡായിട്ടുള്ള നല്ല സാനിറ്റൈസർ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പോകുമെന്നും പറയുന്നുണ്ട്. നമ്മൾ മൊത്തത്തിൽ ഞാനിത് സ്ക്രിപ്റ്റ് ജനറേറ്റ് ചെയ്ത് AI ഉപയോഗിച്ചിട്ടാണ് കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ചെയ്തത്. അപ്പോ ഇത് മൊത്തം ഞാൻ എടുത്തേക്കുന്നത് AI ഉപയോഗിച്ചിട്ടാണെന്നുള്ളത് നിങ്ങളെ അറിയിക്കുന്നു. പിന്നെ അതേപോലെ ഹാൻഡ് സാനിറ്റൈസർ, അതേപോലെ തന്നെ നമ്മള് ഉപയോഗിക്കുന്ന ഡിറ്റർജന്റ് ഒക്കെ ഇത് ആയി കഴിഞ്ഞാൽ നല്ല രീതിക്ക് ഈ ഒരു
കളർ പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇനി ഇതെങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ, ഈ പോവാണ്ടിരിക്കാൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്കിൻ ഒട്ടിക്കാൻ പറ്റും. ചെറിയ റേറ്റുകൾക്കൊക്കെ ഒരു 300 രൂപയ്ക്കൊക്കെ നല്ല സ്കിന്നോട് നമുക്ക് ഡിസൈനിലുള്ളതും നല്ല ട്രാൻസ്പെറന്റ് ആയതും നമുക്ക് കളർ കാണിക്കും ട്രാൻസ്പെറന്റ് ആയതൊക്കെ നമുക്ക് ചെറിയ റേറ്റിൽ ഒട്ടിക്കാൻ കഴിയും. സ്കിന്ന് വാങ്ങി ഒട്ടിച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നല്ലൊരു സിലിക്കോൺ കേസ്, നല്ല പ്രൊട്ടക്റ്റീവ് ആയ കേസ് ഇടുകയാണെങ്കിൽ അത്രയും നല്ലത്. കാരണം നമ്മൾ ഇത്ര വിലയും കൊടുത്തിട്ട് ഒരു നല്ല കേസ് വാങ്ങിയിട്ടില്ലെങ്കിൽ അത് നമുക്ക് തന്നെ ആയിരിക്കും പ്രശ്നം വരിക. അപ്പൊ ഇനി ഇതിനെ കുറിച്ചൊരു വല്ല ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോ ഇത്രയുള്ള സംഭവം വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പും വഴികളും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾക്ക് ഇനി മനസ്സിലായി വിചാരിക്കുകയാണ്. മനസ്സിലാക്കിയ വീഡിയോ ഒന്നും കാണാൻ അല്ലെങ്കിൽ മനസ്സിലായി കമന്റ് ഇട്ട് ബാക്കി നമ്മൾ പറഞ്ഞില്ല. അപ്പൊ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ബൈ.